ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നിരോധം. ലോക വേദ വ്യാപാര ന്യാസ തത് വിരോധ നിരോധ. ലൗകികമായിട്ടുള്ളതും വൈദികമായിട്ടുള്ള എല്ലാ വ്യാപാരങ്ങളെയും എല്ലാ കർമ്മങ്ങളെയും ലൂടെയും മനസ്സിലാക്കി തരുന്നതായിട്ടുള്ള ഈശ്വരഭാവമാണ് യഥാർത്ഥത്തിലെ നിരോധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാത്തിനെയും ന്യസിക്കുക, തങ്ങളുടെ കർമ്മങ്ങൾ മുഴുവൻ തന്നിൽ നിന്ന് വിട്ട് ആ പുരുഷനിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു സ്വഭാവമാണ് ദശമസ്കന്ധത്തിലെ കഥകൾക്കൊക്കെ. പല കഥകളിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി നമ്മളിൽ നിന്നും അല്ലേ ഈ അനാവശ്യമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്നും നമ്മളെ അതിൽ നിന്നും മാറ്റുന്നു. ഇതാണ് നിരോധം എന്നുള്ളൊരു ലീലയുടെ പ്രത്യേകത. ഇന്നലെ നമ്മൾ പറഞ്ഞു, കാത്യായനി പൂജ ചെയ്ത് പരമകാഷ്ഠയിൽ എത്തിയതായിട്ടുള്ള ഗോപസ്ത്രീകള് ഭക്തിയുടെ ആ ചെറിയ ഒരു ദോഷവും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇല്ലാണ്ടാക്കിക്കൊണ്ട് ഭഗവാൻ അവരെ ഉയർത്തിക്കൊണ്ടുവന്നു. പ്രമാണം തത്ര ഗോപികാഹ. അങ്ങനെയുള്ള പരമകാഷ്ഠയിലേക്ക് എത്തിയതായിട്ടുള്ള ഗോപികമാരുടെ കഥകളിലൂടെ നമ്മൾ എത്തിയെങ്കിൽ അതേപോലെ തന്നെ എല്ലാം വിട്ട് ഭഗവാനിൽ അർപ്പിച്ചതായിട്ടുള്ള മറ്റ് ഗോപികമാരായിട്ടുള്ള വിപ്രപത്നിമാര് അവർക്ക് മോക്ഷം കൊടുത്തതായിട്ടുള്ള ഒരു കഥ വീണ്ടും ഇതാ വന്നിരിക്കുന്നു. അവിടെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു, എന്താണ്, ഗോപന്മാരെല്ലാവരും കളിച്ച് പശുക്കളെ മേച്ചു നടന്നുകൊണ്ടിരുന്ന സമയത്ത് വല്ലാണ്ട് വിശപ്പ് വന്നതോടുകൂടി ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതും പ്രപഞ്ചത്തിന്റെ വിശപ്പ് ഇല്ലാണ്ടാക്കാനും ഒക്കെ കാരണമായിട്ടുള്ള ഹേ കൃഷ്ണ, രാമേട്ട, എല്ലാത്തിൽ നിന്നും ബലശാലിയായിട്ടുള്ള രാമേട്ടനോട് പറഞ്ഞു, ഞങ്ങൾക്ക് തീരെ വയ്യ, ഞങ്ങൾക്ക് എന്തെങ്കിലും വിശപ്പിനൊരു മാർഗം കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം പൂർത്തിയാക്കിയെങ്കിൽ ദാ ആദ്യത്തെ ശ്ലോകം തന്നെ അതാണ്. ഗോപാ ഊചു, ഗോപന്മാര് പറഞ്ഞു, രാമ രാമ മഹാവീര്യ കൃഷ്ണ ദുഷ്ട നിബർഹണ ഏഷാ വൈ ബാധതേ ക്ഷുന്നസ്തച്ഛാന്തിം കർത്തുമർഹത. ബലശാലിയായിട്ടുള്ള ഹേ ബലരാമേട്ട, പിന്നെയോ നിബർഹണ, കൃഷ്ണ നിബർഹണ, എല്ലാ ദുഷ്ടന്മാരെയും ഇല്ലാണ്ടാക്കുന്നതായിട്ടുള്ള ഹേ കൃഷ്ണ, ഏഷാ വൈ ബാധതേ ക്ഷുന്നസ്തച്ഛാന്തിം കർത്തുമർഹത. വിശപ്പ് സഹിക്കാൻ വയ്യാതായി, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് അവിടുന്ന് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം. അവിടുന്ന് പറഞ്ഞു, ശ്രീശുബ്രഹ്മർഷി പറയുകയാണ്, ഭഗവാന്റെ മനസ്സില് തൻ്റെ ഭക്തകളായിട്ടുള്ള വിപ്രപത്നിമാർക്ക് അനുഗ്രഹം കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഗോപന്മാരോട് പറഞ്ഞു, ഇവിടെ സമീപ പ്രദേശത്തായിട്ട് വേദജ്ഞരായിട്ടുള്ള ബ്രാഹ്മണര് ആംഗിരസം എന്ന പേരായിട്ടുള്ള ഒരു യജ്ഞം നടത്തുന്നുണ്ട് അവിടെ. അങ്ങനെയുള്ള ആ ഒരു യജ്ഞത്തില് ആ സത്രത്തില് ആ യജ്ഞശാലയിലേക്ക് നിങ്ങൾ പൊക്കോളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാല് സത്രം ആംഗിരസം നാമ ഹ്യാസത്തെ സ്വർഗകാമ്യയാ. ഏതൊരു യജ്ഞത്തിന്റെയും ഒക്കെ ഉദ്ദേശം സ്വർഗകാമം ആണ്, അല്ലെ? സ്വർഗത്തെ കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫലേച്ഛയോടുകൂടിയാണ് യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പൊ ആ യജ്ഞശാലയിലേക്ക് നിങ്ങൾ പൊക്കോളൂ. നിങ്ങൾ അവിടെ ചെന്നിട്ട് ജ്യേഷ്ഠന്റെയും ആര്യസ്യ മമചാപിധാം, എന്റെയും ജ്യേഷ്ഠന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങള് അയച്ചതാണ് എന്നുള്ള ഒരു സംഗതി അവരെ പറഞ്ഞ് അറിയിക്കണം. അങ്ങനെ
ആ ഗോപന്മാര് ഭഗവാന്റെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് യജ്ഞശാലയിലേക്ക് ചെന്ന് അവരുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ദണ്ഡ നമസ്കാരം ചെയ്തു. കാരണം അവിടെ നടക്കുന്നതായിട്ടുള്ള സത്രം അത് തന്നെയുമല്ല, ബ്രാഹ്മണരാണ്. അപ്പൊ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ മാന്യതകളും നൽകിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണരെ, ഞങ്ങള് പറയുന്ന 2 വാക്കുകളെ അവിടുന്ന് സ്വീകരിക്കണം. എന്താണ്? ഞങ്ങൾ പറയുന്നത് കേട്ട് അത് വേണ്ട രീതിയിൽ അതുപോലെ ചെയ്താല് നന്മ മാത്രമേ അവിടുന്ന് ഉണ്ടാവുകയുള്ളൂ. ഞങ്ങളിപ്പോ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ബലരാമസ്വാമിയുടെയും പ്രേരണ കൊണ്ട്, ശ്രീകൃഷ്ണസ്വാമിയുടെ നിർദ്ദേശവും ബലരാമസ്വാമിയുടെ പ്രേരണയും കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നതാണ്. ഞങ്ങൾ ഗോപന്മാരാണ്. പശുക്കളെ ഓടിച്ച് മേച്ചുകൊണ്ട് നടന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായ വിശപ്പ് സഹിക്കവയ്യാണ്ട് ഒരു ഗതി എവിടുന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ അവിടുന്ന് ഞങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അതുകൊണ്ട് രാമകൃഷ്ണന്മാരടക്കം ഞങ്ങളെല്ലാവരും വിശന്നിരിക്കുകയാണ് ഇവിടെ. അധികം അകലെ അല്ലാതെ പൈക്കളെ മേയിച്ചു നടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും അവിടുന്ന് അന്നം ആഹരിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അത് വേണ്ട രീതിയിൽ അവിടുന്ന് നൽകും എന്നുള്ള ഒരു ഉറപ്പ് ഭഗവാൻ തന്നതനുസരിച്ച് ഞങ്ങൾ വന്നതാണ്. അതിനുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക എന്നുള്ള രീതിയിൽ അവിടുന്ന് ആ ഗോപന്മാര് പറഞ്ഞു. എന്നാൽ പിന്നീട് ഇത്തിത്തെ ഭഗവദ്യാജ്ഞാം ശൃണ്വന്തോപി ന ശുശ്രുവ ശുശ്രുവു ശുദ്രാശാ ഭൂരി കർമാണോ ബാലിശാ വൃദ്ധമാനിനാം. ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഗോപന്മാരായിട്ടുള്ള ഇടയച്ചക്കരുടെ വാക്കുകൾ കേൾക്കാൻ സമയമില്ല. കാരണം അവരതിലും വലിയ ഗംഭീരമായിട്ടുള്ള കർമ്മത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ആ കർമ്മത്തില് ഉണ്ടാകുന്ന പല ബാഹ്യമായിട്ടുള്ള കർമ്മ പദ്ധതികളിൽ നിന്നും വ്യത്യാസങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഈ നിസ്സാരമായിട്ടുള്ള സ്വർഗാദി സുഖങ്ങളിൽ ഭ്രമിച്ചവര് ഇങ്ങനെ ബൃഹത്തായിട്ടുള്ള കർമ്മങ്ങളില് വ്യാപൃതരായിക്കൊണ്ട് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ബുദ്ധിയൊക്കെ നശിച്ചിരിക്കുകയാണ് ശരിക്കും. എന്തിനാണ് ഈ യജ്ഞം നടത്തുന്നതിനെ കുറിച്ച് പോലും ചിന്തയില്ല അവിടെ. എന്നിട്ടോ തങ്ങള് ജ്ഞാനവൃദ്ധരാണെന്നുള്ള ഒരു നാട്യം മാത്രമേ ഉള്ളൂ. യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനമല്ല അവിടെ. അതാണ് ഈ ഭൗതിക ജ്ഞാനവും ആധ്യാത്മിക ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. അതാണ്. ഭൗതിക ജ്ഞാനം മാത്രം ഉണ്ടായിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ലോകത്തിന് ഉപകാരമായിട്ട് വരണമെങ്കിൽ എന്ത് വേണം? അത് ആധ്യാത്മിക ജ്ഞാനവും കൂടി ചേർന്ന് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെ? നമുക്കൊക്കെ അറിയാം, എത്രയോ പണ്ഡിതന്മാരായിട്ടുള്ളവര് നിസ്സാര കാര്യത്തിൽ വരെ ബുദ്ധിശൂന്യമായിട്ട് പ്രവർത്തിക്കുന്നത് കാണുമ്പം നമുക്ക് മനസ്സിലാക്കും ഈ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ട് മാത്രം പ്രയോജനമില്ല. അപ്പൊ ജ്ഞാനവൃദ്ധരാണെന്ന് അവര് നടിക്കുക, അത്രേ ഉള്ളൂ അവിടെ. അങ്ങനെ ഭഗവാൻ ആ ശ്രീകൃഷ്ണന്റെ യാചനാരൂപത്തിലുള്ള അപേക്ഷ കേട്ടിട്ട് പോലും ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ഇവിടെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളില് എപ്പോഴും നമ്മളുടെ ലക്ഷ്യബോധം ഒരിക്കലും നമ്മൾ മറക്കരുത്. എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈ ലക്ഷ്യം മറന്നുകൊണ്ട് കർമ്മത്തിൽ ശ്രദ്ധ വന്നുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ ഇവിടെ ആർക്ക് വേണ്ടിയാണ് യജ്ഞകർത്തൃ യജ്ഞകർത്താവും യജ്ഞഭുക്കും ഒക്കെ ആയിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണു കൃഷ്ണരൂപത്തിൽ അവിടെ വന്നിട്ട് പോലും അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. യജ്ഞത്തിന് അർഹമായിട്ടുള്ള സ്ഥലം പോലും ആരുടെയാണ്? ഭഗവാന്റെയാണ്. കാലം, വസന്തകാലം ഭഗവാന്റെയാണ്, അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഈ ദ്രവ്യങ്ങള്, മന്ത്രം, പ്രയോഗം, ഋത്വിക്കുകള്, ആവാഹന തുടങ്ങിയതായിട്ടുള്ള ത്രേതാഗ്നികള്, ഇന്ദ്രാദി ദേവതകള്, യജമാനൻ, യജ്ഞധർമ്മങ്ങള്, ഇതൊക്കെ എന്താണ് യഥാർത്ഥത്തില്? ഭഗവാന്റെ രൂപാന്തര ഭേദങ്ങളാണ് അവിടെ. അപ്പൊ ഈ രൂപാന്തരങ്ങൾ തന്നെ എന്ന തത്വം അറിയാത്ത ആ ബ്രാഹ്മണര് പരബ്രഹ്മസ്വരൂപിയും ഇപ്പോൾ കൺമുന്നിൽ കാണപ്പെടുന്നവനുമായിട്ടുള്ള ആ ഗോപാല വേഷത്തിൽ വന്നിട്ടുള്ള കൃഷ്ണനെ
ഒരു മനുഷ്യ ബാലൻ അല്ലെങ്കിൽ ഒരു ഇടയച്ചക്കൻ എന്നുള്ളതല്ലാതെ അവർക്ക് യജ്ഞമൂർത്തിയായിട്ടൊന്നും സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഇതാണ് ഏറ്റവും വലിയൊരു അജ്ഞതയാണ് അവിടെ. അവിടെയാണ് നമുക്ക് ഭാഗവതമൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു തത്വം. അതാണ് അവിടെ എല്ലാവരിലുമുള്ള ഒരു ഈശ്വരഭാവത്തെ കാണുന്നവൻ ആരാണോ അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ആ ജ്ഞാനം അതിൽ നിന്ന് സിദ്ധിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾക്കൊക്കെ നമ്മളുടെയൊക്കെ വീടുകളിൽ ഭഗവാൻ നേരിട്ട് ഒരു യാചകനായിട്ട് വന്നാൽ നമ്മൾ അപ്പോഴും അല്ലെ ആ ഒന്നുകിൽ കതക് കൊട്ടിയടയ്ക്കും, അല്ലെങ്കിൽ അവിടുന്ന് മിണ്ടാതെ പുറത്ത് അകത്തേക്ക് കയറി പോകും. ഇങ്ങനെയൊക്കെ നമ്മളും ചെയ്യുന്നത് ഇതുണ്ട്. പക്ഷേ യഥാർത്ഥമായിട്ടൊരു ജ്ഞാനമുണ്ട് എങ്കിൽ നമുക്ക് അനുഭവം നമുക്കുണ്ടാവും അവിടെ. എന്തായാലും ഇവർക്ക് യജ്ഞമൂർത്തിയായിട്ട് ദർശിക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ നിർദ്ദേശങ്ങളോ ഒന്നും അവര് വേണ്ടതായിട്ട് ചെവിക്കൊണ്ടില്ല. ആ ഗോപന്മാരുടെ അപേക്ഷയ്ക്ക് ആ ബ്രാഹ്മണര് ആകാമെന്നും പറഞ്ഞില്ല, പറ്റില്ല എന്നും അവര് പറയാതെ, രണ്ടും പറയാതെ ഒരു മൗനം അവിടെ അവലംബിച്ചു. ഇവര് വിശന്നിരുന്ന ഗോപന്മാര് വേഗം ഭഗവാന്മാരുടെ അടുത്ത് ചെന്ന് മടങ്ങി ചെന്ന രാമകൃഷ്ണന്മാരോട് നടന്നതെല്ലാം അവിടെ പറഞ്ഞു എന്ന് പറയാണ്. എന്തായാലും ഗോപന്മാര് പറഞ്ഞത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചതോ എന്നുള്ളതല്ലാതെ, കാരണം യാചകർക്ക് സർവത്ര സ്വാഗതം കിട്ടിയെന്ന് വരികയില്ല എന്നുള്ളതും, പിന്നെയോ അവർ കിട്ടുന്നത് വരെ ഓരോരുത്തരായിട്ടും മാറി മാറി ആ ബ്രാഹ്മണരുടെ അടുത്ത് സമീപിക്കും എന്നുള്ള കാര്യമൊക്കെ ഭഗവാൻ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ഇവര് തിരിച്ചു വരും. ഇവര് തിരിച്ചു വന്നാലേ ഇവരെ ഇനി അവിടെ മോക്ഷത്തെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന യജ്ഞപത്നിമാരുടെ അടുത്തേക്ക് പറഞ്ഞുവിടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും എന്നുള്ളത് അറിയാം. ഭഗവാന്റെ ആ നിറപുഞ്ചിരി, സർവജ്ഞനായിട്ടുള്ള സ്വരാട്ടായിക്കൊണ്ടുള്ള ഭഗവാൻ പതിവ് പോലെ അവരുടെ വാക്കുകളെ കേട്ടുകൊണ്ടൊന്ന് ചിരിച്ചു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അവിടെ പറഞ്ഞില്ല. എന്തായാലും ഈ ഒരു ലോകരീതി ഗോപന്മാരെ കൂടി പറഞ്ഞ് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞു വിട്ടത്. അവരെയും കൂടെ ഇത് കാണിച്ചു കൊടുക്കുക. ഗോപികമാർക്ക് ഭക്തിയുടെ ഒരു ഉന്നത കാഷ്ഠയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഗോപന്മാരെ കൂടി അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തില് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ലക്ഷ്യം മറന്ന് കർമ്മങ്ങൾ ചെയ്യരുത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് അവിടെ. അവരോട് വീണ്ടും പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ബലരാമ സമേതനായിക്കൊണ്ട് ഞാനിവിടെ എത്തിയിട്ടുള്ള വിവരം നിങ്ങൾ അവിടെ ആ യജ്ഞശാലയ്ക്ക് പിറകിലായിക്കൊണ്ട് അടുക്കള ഭാഗത്ത് ധാരാളം അമ്മമാര് കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവിടെ ജോലികൾ എടുക്കുന്നുണ്ടാവും. ആ അമ്മമാരുടെ അടുത്ത് നിന്ന് പറയുക, ബലരാമേട്ടന് സമേതനായിക്കൊണ്ട് ദാ കൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും വിശപ്പ് കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു വിവരം അവരെ അറിയിക്കുക. ഞങ്ങളോട് അല്ലെങ്കിൽ ഈ എല്ലാ ഭഗവാനോട് അതിസ്നേഹമുള്ളവരും പിന്നെയോ എന്നെ തന്നെ മനസ്സിൽ പ്രതീക്ഷിച്ചവരുമായിട്ടുള്ള ആ യജ്ഞപത്നിമാരെ സമീപിക്കൂ. നമുക്ക് ആവശ്യാനുസരണം വേണ്ടത് നിങ്ങൾക്ക് ഫലം അവിടെ ഉണ്ടാകും, ആഹാരം അവർ നൽകും എന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള ഗോപന്മാര് നേരെ പത്നിശാലയിലേക്ക് തന്നെ തിരിച്ച് അവിടെ ചെന്നു. അവിടെ ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ യജ്ഞപത്നിമാരെയൊക്കെ ചെന്ന് പാദങ്ങളിൽ വീണങ്ങ് നമസ്കരിച്ചു. ഭഗവാന്റെ വാക്കുകളിൽ നിന്നും ആ ഭക്തകളായിട്ടുള്ള വിപ്രപത്നിമാരെ അവർക്ക് മനസ്സിലായി ഗോപന്മാർക്ക്. അങ്ങനെ ആ പറഞ്ഞു വിപ്രപത്നിമാർക്ക് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ പറയുന്നതൊന്ന് കേട്ടാലും. ഇവിടുന്ന് അധികം ദൂരത്തല്ലാതെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ ഞങ്ങളിതാ ഇങ്ങോട്ട് അയച്ചതാണ്, ഞങ്ങൾക്ക് വിശപ്പടക്കുവാൻ വേണ്ടി വന്നതാണ്. അപ്പം ഗോപന്മാരുടെ കൂടെ പൈക്കളെ മേച്ചുകൊണ്ട് രാമകൃഷ്ണന്മാരും വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും കൂടി അവിടത്തേക്ക് പറയണം എന്ന് ഭഗവാൻ ഞങ്ങളോട് പ്രത്യേകം ഏർപ്പാടാക്കി. ധാരാളം ദൂരം നടന്ന് ഞങ്ങൾ തളർന്നു. അതുകൊണ്ട് ഇപ്പോൾ വിശന്ന് വലയാണ്. അതുകൊണ്ട് അവർക്കും ഞങ്ങൾക്കും കൂട്ടുകാർക്കും ഒക്കെ ആഹാരം അവിടുന്ന് നൽകാൻ ഒരു കനിവുണ്ടാകണേ എന്ന് അവരോട് പറഞ്ഞപ്പോഴുകൂടി ആ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ബലരാമസ്വാമി എന്നുള്ള കഥകൾ അങ്ങോട്ട് കേട്ട് അതില് വല്ലാത്ത വശീകരിച്ചു അവരുടെ മനസ്സ്. എപ്പോഴും അദ്ദേഹത്തെ കാണാൻ വെമ്പുന്നതായിട്ടുള്ള ആ ഗോപസ്ത്രീ വിപ്രപത്നിമാര് കൃഷ്ണൻ സമീപത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടതോടുകൂടി സന്തോഷത്തോടുകൂടി അവിടെ ചതുർവിധം ബഹുഗുണം അന്നമാദായ ഭാജനേ അഭിസസ്രോ പ്രിയം സർവാ സമുദ്രം ഇവ നിമ്നഗാഹ.
അപ്പൊ അവിടെ 4 തരത്തിലുള്ള അന്നം, 4 തരത്തിലുള്ള ഭക്ഷ്യം, ഭോജ്യം, ലേഹ്യം, ചോഷ്യം, ഇങ്ങനെ 4 തരത്തിലുള്ള അന്നമുണ്ടെന്നാണ് പറയുക. അരച്ചതും പൊടിച്ചതും ഇങ്ങനെയുള്ള രീതിയിൽ, അതുപോലെ ദ്രവരൂപത്തിലുള്ളതുമായിട്ടുള്ള പല വിധത്തിലുള്ള 4 തരത്തിലുള്ള അന്നം ഇതാ അവർക്ക് കൊടുക്കുവാൻ വേണ്ടി തയ്യാറായി. ഇങ്ങനെ വിഭവങ്ങളോട് കൂടിയിട്ട് വേറൊന്നും അവിടെ അന്യോന്യം വേറൊന്നും കലരാത്ത രീതിയിൽ ഭഗവാന് കൊടുക്കുവാൻ വേണ്ടി പാത്രങ്ങളിലേക്ക് എടുത്തുകൊണ്ട് ആ ഭർത്താക്കന്മാരുടെയും അതുപോലെ ഭ്രാതാക്കളായിട്ടുള്ള എന്താണ് സഹോദരന്മാരുടെയും ഒക്കെ ബന്ധുക്കളുടെയും പുത്രന്മാരുടെയും ഒക്കെ വിലക്കുകളെ അവഗണിച്ചുകൊണ്ട്, അവിടെ തടസ്സങ്ങളൊന്നും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഭഗവാന്റെ അടുത്തേക്ക് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ പിന്നെ യജ്ഞം നടക്കുന്നുണ്ടെന്നോ അവിടെ സത്രത്തില് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നോ, ഇതൊക്കെ അവര് ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ഈ യജ്ഞം നടത്തുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ സത്രം നടത്തുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ആ ഭഗവാൻ നേരിട്ട് അവിടെ വന്നിട്ടുണ്ട് എങ്കിൽ അതിനപ്പുറത്തേക്ക് എന്ത് വലിയ കർമ്മമാണുള്ളത്? പിന്നെ ആരാണ് യഥാർത്ഥത്തിൽ പതി? ഇല്ലേ? ഇവിടെ ഗോപികമാര് അവിടെ നിശ്ചയിച്ച് നമുക്ക് കാണിച്ചു തന്നു. അവിടെ ഇപ്പൊ വിപ്രപത്നിമാരും ഒട്ടും മാറ്റമില്ലാത്ത ഞങ്ങളുടെ പതിയായിട്ട് ഈ ലോകത്തെ തന്നെ രക്ഷിക്കുന്നതായിട്ടുള്ള ഞങ്ങളുടെ ഭർത്താക്കന്മാര് എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ് എന്നുള്ള ഒരു സത്യത്തെ അവർക്ക് ഉറപ്പിച്ചു. അവര് എല്ലാം വിലക്കുകളെയും അവർ അവഗണിച്ചുകൊണ്ട് നേരെ അവര് ആ നദികള് എങ്ങനെയാണോ ആ സമുദ്രത്തിലേക്ക് എത്തുന്നത്, അല്ലേ? നദികൾ സമുദ്രത്തിലേക്ക് വരുമ്പോ പല രീതിയിലുള്ള പർവ്വതങ്ങളും, അല്ലെ, പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും. ആ തടസ്സങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നദികള് സമുദ്രത്തിലേക്ക് വന്ന് ഒഴുകുന്നത് പോലെ വളരെ കാലമായിക്കൊണ്ട് ഭഗവാന്റെ ആ കീർത്തനങ്ങള് പാടിക്കൊണ്ട് അദ്ദേഹത്തില് തന്റെ ഹൃദയം മുഴുവൻ അർപ്പണം ചെയ്തുകൊണ്ട് ജീവിച്ചതായിട്ടുള്ള ആ വിപ്രപത്നിമാര് നേരെ ഭഗവാന്റെ സമീപത്തേക്ക് പാഞ്ഞെത്തി. അവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്? തളിരിലകളെ കൊണ്ട് ശോഭായമാനമായിട്ടുള്ള അവിടെ അശോക വൃക്ഷങ്ങള് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ യമുനാതീരം, ആ യമുനാതീരത്തിലുള്ള ഉപവനത്തില് തന്റെ ജ്യേഷ്ഠനോട് കൂടി നിൽക്കുന്നതായിട്ടുള്ള ഭഗവാനെ, അതുപോലെ ഗോപന്മാരുടെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള ഭഗവാനെ അവര് ഇതാ കണ്ടു. അപ്പം അവര് സദാസമയവും ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യ ചരിത്രം പല സ്ഥലങ്ങളിൽ നിന്നും അവര് കേൾക്കാറുണ്ട്. സത്സംഗങ്ങളിലൂടെയൊക്കെ അവർ കേൾക്കാറുണ്ട്. അതിലൂടെ അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും ആ കൃഷ്ണനിൽ നിക്ഷിപ്തമായിരുന്നു. ഇപ്പൊ ഈ ഒരു കഥകൾ കേട്ടതായിട്ടുള്ള ആ വിപ്രപത്നിമാര് നേരിട്ട് അങ്ങോട്ട് കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ആനന്ദം, അതിലൂടെ അവരുടെ മനസ്സ്, അല്ലെങ്കിൽ തങ്ങളുടെ ഹൃദയഭാഗത്തിൽ പ്രതിഷ്ഠിച്ചതിരിക്കുന്നതായിട്ടുള്ള ആ പുണ്യ ശ്ലോകന്റെ ദിവ്യ കോമള രൂപത്തെ നേരിട്ട് കാണാൻ സാധിച്ചപ്പോൾ അവര് എന്തെന്നില്ലാത്ത ഒരു ആകാംക്ഷ, ഇതിനു വേണ്ടിയിട്ട് അവർ എത്രയോ നാള് തപസ് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന കേവലം അവിചാരിതമായിട്ടതാ ഭഗവത് സാമീപ്യം അറിഞ്ഞതായിട്ടുള്ള അവര് ആയെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പരസ്പരം യാതൊന്നും മാറാത്ത രീതിയിൽ ചതുർവിധമായിട്ടുള്ള അന്നങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതാ ആ പ്രത്യേകം പാത്രങ്ങളിൽ അവയുമായിക്കൊണ്ട് ഭഗവാന്മാർക്കായിട്ട് അവിടുന്ന് കൊടുത്തു. അങ്ങനെ ആ ഭഗവാന്റെ രൂപത്തെ ശ്യാമം ഹിരണ്യപരിധിം വനമാല്യ ബർഹധാതു പ്രവാള നടവേഷമനുവ്രതാംസേ വിന്യസ്തഹസ്തമിതരേണ ധുനാനമബ്ജം കർണോൽപലാലകപോലമുഖാബ്ജഹാസം. ആ രൂപം ധാരാളം കഥകളിലൂടെ അവർ വർണ്ണിച്ചു കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടു. എന്താണ്? നീലമേഘ ശ്യാമളനായിട്ടുള്ള ഭഗവാൻ, പിന്നെയോ തനി നിറത്തിലുള്ള പീതാംബരം, മഞ്ഞ നിറത്തിലുള്ള പീതാംബരം, തങ്ക നിറത്തിലുള്ള വനമാല്യ ബർഹധാതു പ്രവാള. അപ്പം ആ സ്വർണ്ണ നിറത്തോടു കൂടിയതായിട്ടുള്ള പീതാംബരം ധരിച്ചിരിക്കുന്നു. മുഖത്ത് ഒക്കെ മനയോലകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഗോപിക്കുറി തൊട്ടിരിക്കുന്നു. വനമാല കഴുത്തിൽ ധരിച്ചിരിക്കുന്നു. ശിരസിലെ മയിൽപ്പീലി ചാർത്തിയിട്ടുണ്ട്. പിന്നെയോ ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപം വിന്യസ്തഹസ്തം ഇതരേണ ധുനാനമബ്ജം. അത് തന്നെയല്ല, ഇവയെല്ലാം കൂടി ഒരു നടന്റെ വേഷത്തില് ഒരു കൈയില് ഒരു
എന്താണ് താമര പിടിച്ചുകൊണ്ട്, ഒരു കൈയിൽ താമര പിടിച്ചുകൊണ്ട് ഒരു കൈ എന്താണ് ഗോപാലന്റെ ആ തോളത്ത് കൈയിട്ടുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ കാൽ പിണച്ചു നിൽക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു രൂപം അവരുടെ മനസ്സിൽ പതിഞ്ഞോടെ. അങ്ങനെ ഒരു വിനോദത്തിന് എന്നുള്ള രീതിയിൽ ആ തന്റെ കയ്യിൽ എപ്പോഴും താഴെ വെക്കാത്തതായുള്ള താമരപ്പൂവ് ചുഴറ്റിക്കൊണ്ട് ആ കാതുകളില് കരിങ്കൂവളപ്പൂക്കള് തിരുകിക്കൊണ്ട് കവിൾത്തടങ്ങളില് ആ കുറുനിരകളൊക്കെ കവിൾത്തടങ്ങളിലേക്ക് ഇതാ ചാഞ്ഞു കിടക്കുന്ന രീതിയിൽ തൂങ്ങി ആ തൂമന്ദഹാസത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി പരിലസിക്കുന്നതായിട്ടുള്ള രീതി ഇതാ ആ വിപ്രപത്നിമാർക്ക് കാണിച്ചു കൊടുത്തു. ഗോപികമാരുടെ രീതി ഇതല്ല. വേണു ഓടക്കവിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് എങ്കിൽ വിപ്രപത്നിമാർക്ക് കൊടുത്തതായിട്ടുള്ള ഒരു രൂപം ഇങ്ങനെയാണ്. ഭഗവാൻ എല്ലാവരുടെ കൂടെയും ഒരു ഗോപാല വേഷത്തില് ധരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഭഗവാനെ അവര് ദർശിച്ചു എന്ന് പറയാണ്. എന്തായാലും ഭഗവത് കഥകൾ നിരന്തരം ശ്രവണം ചെയ്ത് ആ കർണദ്വാരങ്ങളൊക്കെ കവിഞ്ഞ് കർണാഭരണങ്ങളായി രൂപം കൊണ്ടതായിട്ടുള്ള ആ ഭഗവാനില് മുഴുകിയതായിട്ടുള്ള മനസ്സ് അവർക്കതാ ഇപ്പം അങ്ങനെ കിട്ടിയതായിട്ടുള്ള, അതിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ഈ ഒരു ദർശനം നേത്രദ്വാര അവര് വേണ്ട രീതിയിൽ അതിനെ മുഴുവൻ പാനം ചെയ്തു എന്ന് പറയാണ്. അങ്ങനെ ആ ഭഗവാനെ മനസ്സുകൊണ്ട് ചേർത്തങ്ങോട്ട് ആലിംഗനം ചെയ്തു. തന്റെ സ്വന്തം എന്നുള്ള രീതിയിൽ ഓരോ വിപ്രപത്നിമാരും കണ്ടതോടുകൂടി ആ മനസ്സുകൊണ്ട് അങ്ങോട്ട് ഗാഠമായിട്ട് ഭഗവാനെ ആലിംഗനം ചെയ്തു. ആ ഒരു നിർവൃതിയില് അവർക്ക് ഉണ്ടായതായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും എല്ലാ മനസ്താപങ്ങളും ഇപ്പൊ വന്ന വഴി തന്നെ എത്രയോ തടസ്സങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അതിൽ നിന്ന് ആ ഒരു ഗാഠമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആലിംഗനത്തിൽ നിന്നും ഇതെല്ലാം ഈ ഒരു സാരൂപ്യത്തിൽ നിന്ന് ഇതെല്ലാം അവർക്ക് അസ്തമിച്ചു. ഇങ്ങനെ ഈ ഒരു ജാഗ്രത അവസ്ഥയിൽ നിന്ന് സുഖനിദ്രയിലേക്ക് വഴുതി വീഴുമ്പോൾ ഒന്നും അറിയാത്ത മാതിരി അവര് പരമാനന്ദത്തെ അനുഭവിച്ചു എന്ന് പറയാണ്. നമ്മളൊക്കെ അല്ലെ എപ്പോഴാണ് നമ്മളൊക്കെ സ്ഥൂലമായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജാഗ്രത അവസ്ഥയിൽ നിന്നും സ്വപ്നാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നും തന്നെ അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് പോലെ അവരിതാ ഒരു വലിയ ഒരു ആനന്ദമയക്കത്തിലേക്ക് ആ വിപ്രപത്നിമാരെ കൊണ്ട് എത്തിച്ചു. ആ ഒരു ഭഗവാന്റെ രൂപം എന്തായാലും അവർക്ക് കർണാഭരണങ്ങളായത് ഈ നിത്യേനയുള്ള ഭഗവാന്റെ കഥാശ്രവണങ്ങളാണ്, സത്സംഗങ്ങളാണ്. അപ്പൊ അത് എന്താണ്, ആ കഥകൾ കേട്ട് അത് നിറഞ്ഞ് ഒഴുകി അതൊരു കർണ ആഭരണമായിട്ട് മാറിയതാണ് ഇവിടെ വേദവ്യാസ മഹർഷി പറയുന്നത്. ഇവിടെ എന്തായാലും ഈ ഒരു ദർശനം കൊണ്ട് ഭഗവാൻ അവരെ കണ്ടതോടുകൂടി സ്വാഗതം വോ മഹാഭാഗ ആസ്യതാം കരവാമകിം എന്നോ ദിദൃക്ഷയാ പ്രാപ്ത ഉപപന്നമിതം ഹിവാ. മഹാഭാഗ്യവതികളെ എന്നാണ്. കാരണം ഈ ഇത്ര കണ്ട് ജ്ഞാനം ഉണ്ട് എന്നുള്ളത് നടിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണര് എത്ര ഗംഭീരമായിട്ട് കഷ്ടപ്പെട്ട് അല്ലെ ബാഹ്യമായിട്ടുള്ള എല്ലാ ശുദ്ധികളുടെയും പുറകെ പോയിക്കൊണ്ട് ആ കർമ്മങ്ങൾ അവിടെ ചെയ്യുന്ന അവർക്ക് പോലും ഈ നിസ്സാരകളായിട്ടുള്ള അല്ലെ വിപ്രപത്നിമാരുടെ ഒരു മനസ്സ് അവർക്ക് ഉണ്ടായിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ എത്രയോ ഭാഗ്യവതികളാണ്. അങ്ങനെ ആ ഭാഗ്യവതികളായിട്ടുള്ള ആ ഇവരെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങള് എല്ലാ ആശകളെയും ഉപേക്ഷിച്ച് തന്നെ കാണാൻ വന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സർവരുടെയും അന്ധകരണങ്ങളിൽ ഏത് രൂപത്തിലാണ് ആത്മഭൂതം അല്ലെ അല്ലെങ്കിൽ ആത്മാവായിക്കൊണ്ട് സാക്ഷിയായിക്കൊണ്ട് വർത്തിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ മന്ദഹാസം തൂക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു, ഭാഗ്യവതികളായിട്ടുള്ള ഭഗവതികളെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്ന് വരൂ, ഇരിക്കൂ. നാം എന്താണ് ചെയ്തു തരേണ്ടത്? നമ്മെ കാണാൻ വന്നതാണെങ്കിൽ അത് വളരെ ഉചിതമാണ്. തങ്ങൾക്ക് ശ്രേയസ്സാകുന്ന പുരുഷാർത്ഥം അല്ലെ എന്തെന്ന് അറിയാവുന്നതായിട്ടുള്ള വിവേകികള് അതിന്റെ സാധ്യതയ്ക്കായിക്കൊണ്ട് ഫലാപേക്ഷ കൂടാത്തതും അതുപോലെ തന്നെ കോട്ടം തട്ടാത്തതുമായിട്ടുള്ള ഭക്തി യോഗങ്ങളെ കൊണ്ട് നമ്മളെ ഉപാസിക്കുന്നു. ഇപ്പൊ കർമ്മങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ ജ്ഞാനകാന്ഡത്തിലൂടെയും ഉപാസനാകാന്ഡത്തിലൂടെയും ഒക്കെ ഭഗവാനെ അവിടെ ഉപാസിക്കാമെങ്കിൽ നിങ്ങളെ പോലെയുള്ള
സജ്ജനങ്ങള് ഭക്തിപൂർവം എന്നെ എന്നും മനസ്സിൽ വെച്ച് ആരാധിക്കുന്നു. അതുകൊണ്ട് അവിടെ അവയോടുള്ള വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം കാരണമായിക്കൊണ്ട് ജീവനായിക്കോട്ടെ, ബുദ്ധി ആയിക്കോട്ടെ, മനസ്സായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ശരീരമായിക്കോട്ടെ, ഇനി തൻ്റെ ഭാര്യ, പുത്രാദികള്, ധനം, ഇതൊക്കെ ഏതൊരാൾക്കും ഇതിനോടൊക്കെ പ്രിയങ്കരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. എങ്കിൽ അവയെക്കാളും ഉപരിയായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു വാത്സല്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം, ബഹുമാനം, ഭക്തി എന്നുള്ളത് അത് മറ്റൊരാൾക്കും അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു സത്യത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് ഗൃഹസ്ഥരും അത് തന്നെയല്ല, അവിടുത്തെ ഭർത്താക്കന്മാരായിട്ടുള്ള ബ്രാഹ്മണര്, ഇന്നിപ്പോ അവിടെ എന്താണ്, യജ്ഞശാലയില് സത്രം നടക്കുകയാണ്. അപ്പൊ ഇത്രയും ഒരു എന്താണ്, സത്യത്തെ ബഹുമാനിക്കുന്നതായിട്ടുള്ള ഭക്തിയെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്നൊരു വിലക്കുണ്ടാവരുത്. ഒരു ദോഷമായിട്ടുള്ള ഒരു പ്രവൃത്തി നിങ്ങളിൽ നിന്നുണ്ടാവാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ വേഗം ആ യജ്ഞശാലയിലേക്ക് മടങ്ങിപ്പോക്കോളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തേതായിട്ടുള്ള പല വിഷയങ്ങളിലും നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ ആരംഭിച്ചതായിട്ടുള്ള യജ്ഞം വേണ്ട രീതിയിൽ പര്യവസാനിക്കുവാൻ വേണ്ട രീതിയിൽ അവിടെ ചെയ്യുകയാണ് വേണ്ടത്. എന്തായാലും ആ വിപ്രപത്നിമാരും ഭഗവാനുമായിട്ടുള്ള സംഭാഷണത്തില് എങ്ങനെയാണോ ഗോപികമാര് ഇനി രാസക്രീഡാ സമയത്ത് ഭഗവാൻ ഗോപികമാര് രാത്രിയില് ആ ശരത്കാലത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് ഓടി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, വേഗം നിങ്ങള് ഭർത്തുശുശ്രൂഷണം പരോധർമ്മോ, ഭർത്താവിനെ ശുശ്രൂഷിക്കുകയാണ് ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പരമമായിട്ടുള്ള ധർമ്മം. അതുകൊണ്ട് വേഗം അച്ഛനും അമ്മയും മക്കളും ബന്ധുക്കളും ഒക്കെ നിങ്ങളെ അവിടെ നോക്കിയിരിക്കുന്നുണ്ടാവും. ഈ ഒരു ഘോര വനത്തിലെ ഈ ഒരു കുറ്റാക്കൂർ ഇരുട്ടത്ത് ഇവിടെ നിൽക്കുന്നത് ഉചിതമല്ല എന്ന് അവര് പറഞ്ഞു വിടുമ്പോൾ അവർക്കുണ്ടാകുന്നതായിട്ടുള്ള ഒരു വേദന, അതേ വേദനയാണതാ ഇവിടെ വിപ്രപത്നിമാർക്കും അവിടെ ഉണ്ടായത് എന്ന് പറയുകയാണ്. അവിടെ അഖില ദൃഗ്ദ്രഷ്ട, അതായത് ഞങ്ങളുടെ മനസ്സിലുള്ളത് എല്ലാം അറിയാവുന്നതായിട്ടുള്ള ഭഗവാൻ ആണോ ഇന്ന് ഞങ്ങളേതാ പറഞ്ഞു വിടുന്നത്? ഞങ്ങൾക്കറിയാം എല്ലാത്തിൻ്റെയും ആധാരം, യജ്ഞത്തിന്റെ ഒക്കെ ആധാരം മൂർത്തിയായിട്ടുള്ള ആ ഭഗവാന് ഇവിടെ വന്ന് ആ വിശപ്പ് മാറ്റുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കർമ്മം എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ എല്ലാം വിട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതാ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് എന്ന് അവിടുന്ന് പറഞ്ഞു. ഭക്തിയാണ് ഉത്തമമായിട്ടുള്ള ഒരു മാർഗം. ഈ ഒരു ഭക്തി മാത്രം ഉണ്ടെങ്കിൽ തന്നെ മറ്റൊന്നും തന്നെ വേണ്ട എന്നുള്ളതിന് ഞങ്ങള് വിവേകികളായിക്കൊണ്ട് ഞങ്ങൾ അതിനെ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു വിവേകത്തിന്റെ ഉച്ചനീചത്വ ഭാവം പോലെ ഇരിക്കും 4 പുരുഷാർത്ഥങ്ങളും എന്താണ്, ശാസ്ത്രസമ്മതിയുള്ളവരാണെങ്കിൽ പോലും എല്ലാം കാക്ഷിക്കുന്നവരെയും എല്ലാത്തിനെയും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും അവിടെ ഇതെല്ലാം വിട്ടുകൊണ്ട് ആ ഭക്തി എന്നുള്ള ഒരു രസം, അല്ലെങ്കിൽ ഭക്തി എന്നുള്ള ഒരു വിഷയത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചാൽ ഈ 4 പുരുഷാർത്ഥങ്ങളെയും അവിടുന്ന് എത്താൻ സാധിക്കും. അതുകൊണ്ട് ധർമ്മത്തിനും മോക്ഷത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഇതിലേക്കൊക്കെ എത്തുവാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടത് ആ പുരുഷാർത്ഥങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പുരുഷാർത്ഥങ്ങൾക്കും ഉപരിയായിക്കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് യഥാർത്ഥത്തില് ഈ ഒരു ഭഗവത് ഭക്തി എന്നുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്തായാലും ആ വിപ്രപത്നിമാരുടെ ഭർത്താക്കന്മാരുടെ യജ്ഞം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് പത്നിമാര് വേണം, അല്ലെ? പത്തനാടി എന്നൊക്കെ പറയും, യജമാനും പത്തനാടി. അപ്പം അതിന് നിങ്ങൾ വേഗം അങ്ങോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവര് കരഞ്ഞുകൊണ്ട് അവിടെ ഭഗവാനോട് പറയാണ്, മൈവം വിഭോ അർഹതി ഭവാൻ ഗതിതും നൃശംസം സത്യം ഗുരുഷ്വ നിഗമം തവ പാദമൂലം പ്രാപ്താവയം തുളസീദാമപദ അവസൃഷ്ടം കേശൈർനിവോഢുമതിലംഘ്യ സമസ്ത ബന്ധൂൻ അതിലംഘ്യ സമസ്ത ബന്ധൂൻ. അപ്പം നിരാശ കലർന്നുകൊണ്ട് അവര് ആ ഒരു ആർത്തസ്വരത്തിൽ ഭഗവാനോട് പറഞ്ഞു, അല്ലയോ മഹാപ്രഭോ, അവിടുത്തെ ആ ഒരു പാദതലങ്ങളില് ഉള്ള ആ തുളസീദളങ്ങള് ഒന്ന് ഞങ്ങളുടെ ശിരസിലേക്ക് അണിയുവാൻ വേണ്ടിയിട്ട് മോഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഓടിയെത്തിയതാണ് ഞങ്ങള്. അങ്ങ് അടിയങ്ങളോട് ഇങ്ങനെ ക്രൂരമായിട്ടുള്ള ഒരു ഭാഷയിൽ ഞങ്ങളോട് പറയരുതായിരുന്നു. അങ്ങ്
യഥാർത്ഥത്തിൽ എന്താണ് വാക്യം സത്യമാണെന്ന് തെളിയിക്കുകയാണ് വേണ്ടത്. അടിയങ്ങള് സമസ്ത ബന്ധുക്കളുടെയും വിലക്കുകളെ തിരസ്കരിച്ചുകൊണ്ട് അങ്ങയുടെ ആ ശ്രീപാദ സ്പർശം ഏറ്റുകൊണ്ട് ആ എന്താണ് നിർമ്മലമായിട്ടുള്ള ആ ഒരു തുളസി മാല മുടികളിൽ ഞങ്ങൾ ചൂടുവാൻ വേണ്ടിയിട്ട് അങ്ങയെ ചാർത്തിയതായിട്ടുള്ള ആ ഒരു തുളസി അത് ഞങ്ങളുടെ മുടികളിൽ ചൂടുവാൻ വേണ്ടി അങ്ങയുടെ പാദമൂലത്തെ ആശ്രയിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ മറുത്തൊന്നും അവിടുന്ന് പറയരുതേ. ഗൃഹന്തി നോന പതയ പിതരൗ സുതാവ ഭ്രാതൃബന്ധു സുഹൃദക്കുതയേവ ചാന്യേ തസ്മാത് ഭവൽ പ്രപദയോ പതിതാത്മനാം നോ നന്യാ ഭവേർഗതിരരിന്ദമ തദ്വിധേഹി. അവിടെ പറയാണ്, ഇനി അവരുടെ വിലക്ക് അവഗണിച്ച് വന്നവരാകയാൽ ഞങ്ങള് ഇനി മടങ്ങി ചെന്ന് കഴിഞ്ഞാല് ഞങ്ങളുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഭ്രാതൃക്കളോ അല്ലെങ്കിൽ എന്താണ് സഹോദരന്മാരോ മാതാപിതാക്കന്മാരോ ഇനി അല്ല ഞങ്ങളുടെ പുത്രന്മാരോ പുത്രിമാരോ ആരായിക്കോട്ടെ, ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും തന്നെ ഞങ്ങളോട് ഞങ്ങൾ അങ്ങോട്ട് കടക്കുവാൻ വേണ്ടിയിട്ട് ഇനി അവിടെ അനുവദിക്കില്ല. എല്ലാം മറന്ന് ഏകപതിയായിട്ടുള്ള പ്രപഞ്ച സാക്ഷിയായിട്ടുള്ള ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് ഞങ്ങൾ അങ്ങയുടെ പാദകമലങ്ങളെ ആശ്രയിച്ച് വന്നവരാണ്. അതുകൊണ്ട് അന്യരുടെ ഇങ്ങനെയുള്ള രീതിയിൽ അവരെല്ലാം ഞങ്ങളെ ഇനി സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ ബന്ധുക്കൾ സ്വീകരിക്കില്ലെങ്കിൽ പിന്നെ അന്യരുടെ കാര്യം പറയാനുണ്ടോ? മറ്റുള്ളവരും ഞങ്ങളെ അവിടുന്ന് വെറുവിടും. അതുകൊണ്ട് എല്ലാവരെയും ഉപേക്ഷിച്ച് അവരുടെ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അങ്ങയുടെ ആ ശ്രീപാദങ്ങളില് ആശ്രയസ്ഥാനം കണ്ടെത്തി നമിച്ച അടിയങ്ങളെ കണ്ട് അവിടുന്ന് സ്വീകരിക്കണേ. അവിടത്തേക്ക് മാത്രമായിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. ഞങ്ങളുടെ ആ അനുഗ്രഹമല്ലാതെ മറ്റൊരു പോംവഴി ഞങ്ങൾക്ക് ഇനി ഇല്ല എന്നുള്ളത് അവരെ പറഞ്ഞു മനസ്സിലാക്കി. ഭഗവാനെ അവിടുന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നു. അവിടെ ഭഗവാൻ പറഞ്ഞു, പതയോ നാഭ്യസൂയേരൻ പിതൃഭ്രാതൃസുതാദയ ലോകാശ്ചവോമയോപേത ദേവ അപ്യനുമന്വതേ. ഞാന് അംഗീകരിച്ചതായിട്ടുള്ള അവിടുത്തെ അമ്മമാരെ, അവിടുത്തെ ഭർത്താക്കന്മാര്, ഭ്രാതാക്കള്, പുത്രാദികള് മാത്രമല്ല മറ്റ് ലോകർ പോലും തീരെ അപരാധിനികളായിട്ട് വീക്ഷിക്കുകയില്ല. എന്തിനാണ് അവരങ്ങനെ വീക്ഷിക്കുന്നത്? ദേവന്മാർ പോലും നമ്മളോടുള്ള ആശ്രയം അനുമോദിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങള് നമ്മളുടെ നാസ്യഭാവം കാക്ഷിച്ചു എന്നവരാണെന്ന് ഞങ്ങള് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മളോടുള്ള ഈ ഒരു അംഗസംഘം മാത്രമേ ഈ ഒരു പ്രീതിക്ക് അവിടെ ഉതകുകയുള്ളൂ എന്നുള്ളത് ധരിക്കരുത്. ഇവിടെ അടുത്ത് വന്നാലേ, എന്നെ കണ്ടാലേ, ഒരിക്കലുമല്ല. നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഹൃദയം അഭിമുഷിത്വാ, അല്ലെ? ഭഗവാൻ തന്നെ പട്ടേരിപ്പാട് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഹൃദയങ്ങളെ മുഴുവൻ സ്ഥാനം പിടിച്ച ആളാണ് ഭഗവാൻ. അപ്പൊ നിങ്ങൾ ഭഗവാനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ് ഞാൻ അവിടെയല്ല എന്നുള്ളൊരു തോന്നലല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ എന്നെ നിങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ അടുത്ത് വന്ന അംഗസംഘം മാത്രമേ പ്രീതിക്ക് ഉതകുകയുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. നമ്മെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ താമസം വിന നിങ്ങൾക്ക് എന്നിൽ തന്നെ എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള എന്നിൽ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇങ്ങനെ ആ ഗോപികമാരുമായിട്ടുള്ള ആ ഒരു സമാഗമത്തിന്റെ സാദൃശ്യം ഇതേ ഒരു രീതി തന്നെ ഗോപികമാരുടെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെ ഒരു ലീല. എന്തായാലും ഭഗവാൻ ഇവരോട് വേണ്ട രീതിയിലൊക്കെ നിർദ്ദേശിപ്പിച്ചപ്പോഴത്തേക്കും ബ്രാഹ്മണ പത്നിമാര് എല്ലാവരും ആ യജ്ഞശാലയിലേക്ക് തന്നെ അവിടെ നിന്ന് മടങ്ങി. അവരില് അപ്രിയം തോന്നാത്തവരായിട്ടുള്ള ആ ഭർത്താക്കന്മാർ വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും യഥാർത്ഥമായിട്ടുള്ള സത്യത്തെ മുഴുവൻ ബ്രാഹ്മണരെ ഇന്ന് അറിഞ്ഞു കഴിഞ്ഞു. അവിടെ മറ്റു ലോകര്, ബന്ധുക്കള്, എല്ലാവരും ഈ ഒരു സത്യത്തെ മനസ്സിലാക്കിയതായിട്ടുള്ള വിപ്രപത്നിമാരുടെ ആ ഒരു മഹത്വത്തെ, ആ ഒരു ഭക്തിയെ കണ്ടുകൊണ്ട് അവര് ആ പത്നിമാരോടുകൂടി ആ ഭംഗിയായിക്കൊണ്ട് ആ സത്രം അവിടുന്ന് അവസാനിപ്പിച്ചു. അങ്ങനെ ഈ പോയവരില് ഒരാളെ മാത്രം ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചില്ല. ഒരു പത്നിയെ മാത്രം അവിടുന്ന് തടഞ്ഞു നിർത്തി അവർക്ക് പോകാതെ ഒരു മുറിയിൽ അടച്ചിട്ടു. അവിടെ ആ ഭർത്താവിനാൽ തടയപ്പെട്ടതായിക്കൊണ്ടുള്ള ആ
പത്നി തീവ്രമായിട്ടുള്ള ധ്യാനശക്തിയോടുകൂടി ആ ഭഗവാനിലെ യോഗസിദ്ധിയിലൂടെ ഭഗവാനിലേക്ക് തന്നെ ലയിക്കുകയും ചെയ്തു എന്നവിടെ പറയാണ്. സാക്ഷാത്കാരം കിട്ടിയതോടുകൂടി സായുജ്യം പ്രാപിച്ചു. എന്തായാലും ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ പത്നിമാര് കൊണ്ടുവന്നതായിട്ടുള്ള ചതുർവിധ വിഭവങ്ങളോടുകൂടിയുള്ള ഭക്ഷണമൊക്കെ ആ ഗോപന്മാരെയൊക്കെ കൊടുത്ത് അവശേഷിച്ച് എല്ലാം താനും ഭുജിച്ച് ഏട്ടനും കൊടുത്ത് ഇങ്ങനെ വിനോദത്തിന് എന്നോണം അവിടുന്ന് ഒരു ഗോപാല വേഷത്തിലെ മനുഷ്യരൂപം സ്വീകരിച്ച ഭഗവാൻ സാധാരണ ജനങ്ങളെ അനുകരിച്ചുകൊണ്ട് തൻ്റെ സ്വരൂപം അല്ലെ, വാക്ക്, പ്രവൃത്തി, ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഗോക്കളെയും ഗോപന്മാരെയും ഗോപികമാരെയും ഒക്കെ രമിപ്പിച്ചുകൊണ്ട് സ്വയം അവിടെ രമിച്ചു. അതാണ് രമയൻ രൂപവാകൃതൈഹി. സ്വയം ഭഗവാൻ കൂടി ഈ ഒരു മനുഷ്യവേഷത്തിൽ ഇവരുടെ കൂടെ രമിക്കുകയാണ് അവിടെ ഉണ്ടായത് എന്ന് പറയാണ്. പിന്നീട് മനുഷ്യരുടെ ഈ ജീവിത രീതികളെയൊക്കെ അനുകരിച്ച് നടക്കുന്നതായിട്ടുള്ള ആ സർവേശ്വരന്മാരുടെ ഒരപേക്ഷ തിരസ്കരിച്ചത് പാപമായി എന്ന് തൻ്റെ പത്നിമാരിൽ നിന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള ബ്രാഹ്മണര് പശ്ചാത്താപ വിവശരായിക്കൊണ്ട് അവിടുന്ന് തന്നെക്കുറിച്ച് തന്നെ സ്വയം അവിടുന്ന് ആത്മപരിശോധന ചെയ്തു. ആത്മാനം ച തയാഹീനം അനുതപ്ത വ്യഗരിഹയൻ. അവര് തന്നെ സ്വയം ചിന്തിച്ചു, ഞങ്ങൾ എന്തൊരു ബുദ്ധിമോശമാണ് കാണിച്ചത്. കർമ്മങ്ങളുടെ അടിസ്ഥാനം എന്താണ്? ശരിക്ക് എല്ലായിടങ്ങളിലുമുള്ള ഈശ്വരനെ കാണാൻ മനസ്സിലാക്കുക. ആ ഈശ്വരനെ മനസ്സിലാക്കാതെ ഇവിടുന്ന് അല്ലെ ഗംഭീരമായിട്ടൊക്കെ കർമ്മം ചെയ്യുന്നുണ്ട്. ഇതിന്റെ സാക്ഷിയായിട്ടുള്ള ആളവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് നേരിട്ടങ്ങ് കൊടുത്താൽ മതി അവിടെ. അതില്ല. അത്ര കണ്ട് ഒരു മൂഢത വന്നു എന്നുള്ള ഒരു ആത്മപരിശോധന അവർക്ക് ചെയ്യാൻ സാധിച്ചു. സാക്ഷാൽ ഭഗവാനായിട്ടുള്ള ആ ശ്രീകൃഷ്ണനില് തങ്ങളുടെ പത്നിമാരായിട്ടുള്ള ആ സ്ത്രീകൾക്കുണ്ടായതായിട്ടുള്ള അസാധാരണമായിട്ടുള്ള ഒരു ഭക്തിഭാവം, ആ ഒരു വൈഭവം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തങ്ങൾക്ക് ഉണ്ടാകാതെ പോയതിൽ അവര് പരിതപിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. ധിക് ജന്മ നസ്തൃവിദ്യാം ധിക് വ്രതം ധിക് ബഹുജ്ഞതാം ധിക് കുലം ധിക് ക്രിയാദാക്ഷ്യം വിമുഖായേ ത്വഥോക്ഷജേ. ത്രിവിർ വിദ്യാം, നമുക്ക് ലഭിച്ചതായിട്ടുള്ള 3 ജന്മങ്ങൾ. ധിക് ജന്മ, പിന്നെയോ അഭ്യസിച്ചതായിട്ടുള്ള വിദ്യകള്, 3 വിദ്യകള്. ധിക് വ്രതം, അനുഷ്ഠിച്ചതായിട്ടുള്ള വ്രതങ്ങള്. പിന്നെ ധിക് ബഹുജ്ഞതാം, സമ്പാദിച്ചതായിട്ടുള്ള ശാസ്ത്രജ്ഞാനം അല്ലേ. ധിക് കുലം, ആ ജനിച്ച വംശത്തിന്റെ കുലത്തിന്റെ മാഹാത്മ്യം. ധിക് ക്രിയാദാക്ഷ്യം, കർമ്മകാണ്ഡത്തിൽ പാടവം ഉണ്ടെന്നുള്ള ഒരു അഭിമാനം. ഇതെല്ലാം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടോടെ? വിമുഖായേ ത്വഥോക്ഷജേ, ഭഗവത് വിമുഖത കാരണത്താൽ കേവലം എന്തായത്? നിഷ്ഫലമായി, നിന്ദ്യമായി എന്ന് പറയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പം നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങളിൽ നമ്മളെ എത്ര കണ്ട് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നൊന്ന് നോക്കുക. ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നത് പാഠങ്ങളാണിത്. നമ്മളൊരു സൽക്കർമ്മം ചെയ്യുമ്പോൾ പോലും മറ്റുള്ളവരെ നിന്ദിച്ചുകൊണ്ട്, ദക്ഷയാഗം നമ്മളെ പഠിപ്പിച്ചു അല്ലെ, പഴയ പ്രകരണങ്ങളിൽ നമ്മളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട്, എല്ലാവരുടെയും മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ടേ സൽക്കർമ്മങ്ങൾ ചെയ്യാവുള്ളൂ എന്നാണ് അവിടെ. അതാണ് സത്യത്തില് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ നോക്കൂ, ജന്മം നന്നായത് കൊണ്ടോ, വിദ്യ ഉണ്ടായത് കൊണ്ടോ, ശാസ്ത്ര പഠനം ഉണ്ടായത് കൊണ്ടോ, ഇനി കർമ്മങ്ങളൊക്കെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള രീതിയിൽ കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ, എല്ലാം എന്തൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഒരേ ഒരു കാര്യത്തില് ആ പത്നിമാർക്ക് കിട്ടിയതായിട്ടുള്ള ആ ഒരു ഭക്തിഭാവം ഇല്ലാത്തതായതുകൊണ്ട് വിമുഖ യേ ത്വഥോക്ഷജേ, ആ ഭഗവാനില് വിമുഖമായിട്ട് ഉള്ള പെരുമാറ്റങ്ങളെ കൊണ്ട് മാത്രം ആ കർമ്മത്തിന്റെ നിഷ്ഫലത, നിന്ദ്യമായിട്ടുള്ള ആ ഒരു കർമ്മത്തിലേക്ക് വന്ന് പെട്ടല്ലോ എന്ന് അവരിതാ പശ്ചാത്തപിക്കുന്നു. ഇതൊന്നുമില്ലെങ്കിലും ആ ഭഗവത് ഭക്തി ഒന്നു മാത്രം മതിയായിരുന്നു എന്ന് അവര് മനസ്സിലായി. എങ്കിൽ അത് തന്നെ ജന്മസാഫല്യം, അതിന്റെ അഭാവത്താൽ മറ്റെല്ലാ പ്രഭാവങ്ങളും അല്ലെ അത് അനഭികാമ്യമായിട്ട് മാറി എന്ന് പറയാണ്. എന്തൊക്കെ കേമത്വം ഉണ്ടെങ്കിലും അതെല്ലാം ഇല്ലാണ്ടായി മാറുകയാണ്. പിന്നെയോ അവിടെ പറയുന്നുണ്ട്,
ത്രിവൃൾ വിദ്യാം എന്നുണ്ട്. ത്രിവൃൾ എന്നാല് 3 പ്രകാരത്തിലുള്ള വിദ്യകള്. അതായത് വിദ്യകൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിൽ നിന്ന് അറിവ് കിട്ടുക, അല്ലെ? 3 രീതിയിലാണ് നമുക്ക് അറിവ് കിട്ടുക എന്ന് പറയുന്നത്. ഒന്ന്, ആദ്യം അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് കിട്ടുന്ന അറിവ്. പിന്നെ അതിനുശേഷം നമ്മൾ ജീവിതത്തിലേക്ക് കടന്ന് ഒരു ഘട്ടം ആശ്രമങ്ങൾ കടക്കുമ്പോൾ കിട്ടുന്ന അറിവ്. പിന്നെ ദീക്ഷയുടെ ആ അവസാനം കിട്ടുന്നതായിട്ടുള്ള അറിവ്. ഇങ്ങനെ 3 രീതിയിലുള്ള അറിവുകൾ. ഇപ്പൊ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിക്കുക, പിന്നീട് ഉപനയനം കിട്ടുമ്പോൾ ഉണ്ടാകുന്നത്, ഉപനയനത്തിന് ശേഷം ഉള്ള സമാവർത്തനത്തിന് കിട്ടുന്ന അറിവ്. ഈ ഒരു 3 രീതിയിലുള്ള അതിപ്പം ബ്രാഹ്മണരുടെ രീതി ഈ ഒരു എന്താണ് ക്രിയാംഗമായിട്ട് ഇങ്ങനെ പറയുന്നത് മാത്രം. പക്ഷെ ഇത് എല്ലാവരുടെ ഉള്ളിലും ഉള്ളതാണിത്. അമ്മയുടെ വയറ്റിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ കിട്ടുന്ന അറിവ്, അല്ലെ? നമ്മൾക്ക് പോലും നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആരോടും ചോദിക്കണ്ട, അല്ലെ? അമ്മയുടെ നിന്നും നമ്മൾ ആ സ്തന്യപാനം ചെയ്യുവാൻ നമുക്കത് സ്വാഭാവികമായിട്ട് കിട്ടുന്ന അറിവാണ്. അത് കഴിഞ്ഞാലോ പിന്നെ വലിപ്പം വെച്ച് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതായിട്ടുള്ള അറിവ്. പിന്നെ ഈ ഇത്രയും നാളും താമസിച്ചതിൽ ഇത്രയും നാളും നമ്മളുടെ ഈ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും പഠിപ്പിച്ചതായിട്ടുള്ള അറിവ്. ഇതാണ് 3 രീതിയിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ജ്ഞാനം, ഇതൊക്കെ വെറുതെ ആയല്ലോ എന്ന് അവരവിടെ പറയുന്നു. അവിടെ ത്രിവൃൾ ശൗക്ലം സാവിത്രം ദൈക്ഷം ഇതി ത്രിഗുണിതം ജന്മയൽ ജന്മ എന്ന് ഈ ശ്രീധരീയത്തിൽ കാണിക്കും. ആദ്യ ജന്മം പ്രസവത്തിലൂടെ, രണ്ടാമത്തെ ജന്മം ഉപനയനത്തിലൂടെ, പിന്നീട് ദ്വിജത്വം, അതായത് സമാവർത്തനം കഴിയുമ്പോഴാണ് ദ്വിജൻ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് വിപ്രൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പം ആ അർത്ഥത്തില് മൂന്നാമത്തേത് യജ്ഞദീക്ഷയിലൂടെയും ബ്രാഹ്മണനായി കഴിഞ്ഞാല് ബ്രാഹ്മണോവ ഏഷ ജായത്തെ യോ ദീക്ഷത്തെ എന്നുള്ള ഒരു രീതിയിൽ. അപ്പം ഈ 3 രീതിയിൽ കിട്ടുന്ന അറിവുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ട് എന്താണ് കാര്യം? ഇത്ര വലിയ ഗംഭീരമായിട്ടുള്ള പാണ്ഡിത്യവും ജ്ഞാനവും കിട്ടിയതായിട്ടുള്ള ബ്രാഹ്മണരായതുകൊണ്ടാണ് ആ രീതി പറഞ്ഞത് അവിടെ. അപ്പൊ അതെല്ലാം ഇന്ന് ഒരൊറ്റ ഒരു കാര്യങ്ങളെ കൊണ്ട്, ഭക്തി ഇല്ല എന്നുള്ള ഒരു യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യബോധം മറന്നുകൊണ്ടുള്ള ആ ഒരു സത്യത്തെ മനസ്സിലാക്കാതെ പോയത് കൊണ്ട് എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു, ഇത്രയൊക്കെ കാര്യം ഉണ്ടായിട്ട് എന്താ കാര്യം എന്നുള്ള രീതിയിലേക്ക് അവിടെ എത്തി. അപ്പം ഈ ദ്വിജന്മാരില് മുഖ്യരായിട്ടുള്ള ദ്വിജന്മാരിലെ മുഖ്യൻ എന്ന് പറഞ്ഞാൽ ഈ ക്ഷത്രിയൻ ദ്വിജനാണ്, വൈശ്യൻ ദ്വിജനാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ മുഖ്യരായിട്ടുള്ള ബ്രാഹ്മണരും ഇവരുടെ ഗുരുക്കന്മാരായിട്ടും സ്വന്തം കാര്യങ്ങളിൽ പല വിധത്തിലുള്ള അബദ്ധങ്ങൾ വന്നു പെടുന്നു. യോഗികൾക്ക് പോലും അല്ലെ മോഹത്തെ ജനിപ്പിക്കുന്നതായുള്ള ഭഗവാന്റെ മായയുടെ വൈഭവത്തെ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതൊക്കെ ശരിക്കും എന്താണ്? ആ ബ്രാഹ്മണരുടെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതൊക്കെ ആരാണ്? ഭഗവാന്റെ മായയാണ് അവിടെ. അപ്പം ലോകഗുരുവായിട്ടുള്ള ആ ഭഗവാനിൽ നിന്ന് സ്ത്രീകൾക്ക് പോലും ഉണ്ടായതായിട്ടുള്ള ഒരു ഭക്തിയാതിരേകം, അല്ലെ? ഭക്തകളായിട്ടുള്ള ആ സ്ത്രീകളെ മനസ്സിലാക്കാൻ ഭഗവാൻ സാധിച്ചു എന്നുള്ളതാണ്. നോക്കൂ, നമുക്ക് എവിടെയാണ് ആ ഭഗവാന്റെ മഹത്വം ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ശാസ്ത്ര പാണ്ഡിത്യം ഉണ്ടായതുകൊണ്ടോ ബ്രാഹ്മണരായതുകൊണ്ടോ ഒന്നും കാര്യമില്ല. അവിടെ നിസ്സാരതയോടുകൂടി എല്ലാം മറന്ന് എന്താണ് തുറന്ന് മനസ്സോടുകൂടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ആ അബലകളായിട്ടുള്ള സ്ത്രീകളുടെ മഹത്വത്തെ ഭഗവാൻ അവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനില് സ്ത്രീകൾക്ക് പോലും ഉണ്ടായതായിട്ടുള്ള ഭക്തിയാതിരേകം നമുക്ക് കാണാൻ സാധിക്കും. അവർ തൽഫലമായിക്കൊണ്ട് ഗൃഹാദികളിലുള്ള ആ മൃത്യുപാശത്തെയൊക്കെ അറുത്തു കളഞ്ഞുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുക എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അത്ര കണ്ട് ഉറച്ച വിശ്വാസം, എല്ലാം വിട്ട് ഭഗവാനിലേക്ക് എത്തുന്നതായിട്ടുള്ള ആ തുറന്ന സമീപനം. അവർക്ക് തപസ്സില്ല, ആത്മതത്വ വിചാരമില്ല, അല്ലേ? പിന്നെയോ ഗുരുകുലവാസമില്ല, പിന്നെയോ അവിടെ യോഗേശ്വരന്മാരെ പോലെയുള്ള യോഗസിദ്ധികളില്ല. അപ്പൊ യോഗേശ്വരന്മാർക്ക് ഈശ്വരനും പുണ്യചരിതനുമായിട്ടുള്ള ആ ഭഗവാനിൽ ദൃഢമായിട്ടുള്ള ഭക്തി എങ്ങനെയാണോ സിദ്ധിക്കുന്നത്, അത് നിസാരമായിട്ടുള്ള അവരുടെ സമർപ്പണ മനോഭാവത്തിൽ നിന്ന് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. എന്തായാലും ആ ഗൃഹാദികളിലുള്ള അത്യാഗ്രഹങ്ങളെ കൊണ്ട് അതിൽ മറന്ന് സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായിട്ടുള്ള നമുക്ക് ആ ഗോപന്മാര് പറഞ്ഞതിൽ നിന്ന് സജ്ജനങ്ങളുടെ ആചാരം മനസ്സിലാക്കുവാൻ കഴിയാതെ പോയി. ഗോപന്മാരെന്താ പറഞ്ഞത്? രാമകൃഷ്ണന്മാരടക്കം ഞങ്ങളൊക്കെ വിശന്നിരിക്കുന്നു.
അപ്പോഴും അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ബുദ്ധി ഞങ്ങൾക്കുണ്ടായി. മറ്റൊരു പ്രകാരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ അല്ലെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കിയതാണോ? ഇതാണ് സജ്ജനങ്ങളുടെ മഹത്വം അല്ലെ. ബ്രാഹ്മണരാണേലും ഒരു ജ്ഞാനികളാണ്. അവരെന്താ അവിടെ പറഞ്ഞത്? ഞങ്ങൾക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടുവാൻ വേണ്ടിയിട്ട് ഉണ്ടായതായിട്ടുള്ള ഒരു ഈ രീതിയിൽ വേണം നമ്മളൊക്കെ ചിന്തിക്കാൻ എന്നുള്ളതാണ്. നമുക്കൊരു ദുഃഖം വരുമ്പോഴത്തേക്കും, ഒരു ദുരിതം വരുമ്പോഴത്തേക്കും ഭഗവാനെ കുറ്റം പറയാ. എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ദുഃഖം തന്നു? ഭഗവാനിലേക്ക് അടുക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ. കുന്തിദേവിയുടെ പ്രാർത്ഥന നമുക്കറിയാം. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ബ്രാഹ്മണരും പറയുന്നത്. ഇങ്ങനെ ഒരു അവസരം ഭഗവാൻ ഉണ്ടാക്കി തന്നതാണ് എന്നത് അവിടുന്ന് തോന്നിക്കൊണ്ട്, അന്യ ആശ്രയം കൂടാതെ കഴിയാൻ പറ്റാത്ത നമ്മെ കൊണ്ട് എല്ലാം തികഞ്ഞവനും ഈശ്വരനുമായിട്ടുള്ള ആ നിന്തിരുവടിക്ക് എന്ത് നേടുവാൻ വേണ്ടിയിട്ട് ആ എന്താണ് ലക്ഷ്മി ഭഗവതി പോലും അല്ലെ അവിടുന്ന് ആ ദൂഷ്യാംശങ്ങളൊക്കെ കൈവിടിഞ്ഞ് അന്യരെ ആകമാനം ത്യജിച്ച് സദാസമയവും അവിടുത്തെ ആ ഒരു പാദസേവ, ആ പാദസേവയില് നിരതയായിക്കൊണ്ടിരിക്കുന്ന ആ ലക്ഷ്മി ദേവി, അങ്ങനെയുള്ള ആ ഭഗവാനാണ് നമ്മളോട് ആഹാരം ചോദിച്ചത്. അത് ജനങ്ങളെ ഭ്രമിപ്പിക്കുന്നതായിട്ടുള്ള മായയുടെ ആ ഒരു വൈഭവം ആയിട്ട് ഞങ്ങളെ കാണിച്ചു വരുന്നു. ആ ഒരു മായാ വൈഭവത്തില്, മായയില് ഞങ്ങൾ കുടുങ്ങിപ്പോയി. അതുകൊണ്ട് ദേശം, കാലം, ദ്രവ്യം, മന്ത്രം, തന്ത്രം, ഋത്തിക്കുകള്, അതുപോലെ എന്താണ് അഗ്നികള്, ദേവത, യജമാനൻ, യജ്ഞം, ധർമ്മം, ഇങ്ങനെയുള്ള ഇതെല്ലാം യാതൊരാളുടെ രൂപാന്തര ഭേദങ്ങളാണോ ആ അദ്ദേഹം യോഗേശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ള ആ മഹാവിഷ്ണു അല്ലെ, യോഗേശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ള സ ഏവ ഭഗവാൻ സാക്ഷാൽ വിഷ്ണു യോഗേശ്വരേശ്വര ജാതോ യദുഷ്യുത്യശൃണ്മാ ഹ്യപി മൂഢാന വിദ്മഹേ. അങ്ങനെയുള്ള യോഗേശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ള മഹാവിഷ്ണുവാണ് അദ്ദേഹം. യാദവ വംശത്തിൽ അവതരിച്ചിട്ടുള്ളതായി കേട്ടുകേൾവി ഉണ്ടായിട്ടും അത് ഞങ്ങള് ശ്രദ്ധിച്ചില്ലല്ലോ, ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് അവിടെ പറഞ്ഞു. നിസ്സാരന്മാര് പറയുന്നതിലും കാര്യമുണ്ടാകുമെന്ന് കേമന്മാര് മനസ്സിലാക്കണമെന്നും തങ്ങൾക്ക് ആ ഒരു സൽബുദ്ധി തോന്നിയില്ലെന്ന് അല്ലെ അവർക്ക് അതായത് അഹോന സ്മാരയാമാസ, അങ്ങനെ ചിന്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ലല്ലോ, പിന്നെ എന്ത് കേമത്തം ഉണ്ടായിട്ടെന്താ കാര്യം എന്നുള്ള ഒരു പശ്ചാത്താപം അവർ ചെയ്തു. എന്തായാലും നമുക്കില്ലാത്ത ഭക്തി നമ്മുടെ പത്നിമാർക്ക് ഉണ്ടായത് ഇന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു അല്ലെ. ആരും പറയൂ അത്? ഇതാണ് മഹാത്മ്യം, അതാണ് സജ്ജന മഹാത്മ്യമാണത്. ആ വിപ്രപത്നിമാരുടെ ഭർത്താക്കന്മാരായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത്. ഇതാണ് സത്സംഗത്തിന്റെ മഹത്വം. അപ്പൊ നമ്മളുടെ ഭാഗ്യമായിട്ട് പരിഗണിക്കാം അവിടെ. അതുകൊണ്ട് അത്യന്തം ദൃഢതരവും അളവറ്റതുമായിട്ടുള്ള ജ്ഞാനസ്വരൂപിയും ഭഗവാനുമായിട്ടുള്ള ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് അവിടെ നിന്ന് നമസ്കരിച്ചു. നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ ആകുണ്ഠമേധസേ എന്മായാ മോഹിതധിയോ ഭ്രമാമ കർമ്മവർമ്മസു. നാം കർമ്മകാണ്ഡത്തില് വ്യാപൃതരായിക്കൊണ്ട്, എന്നുവെച്ചാല് ഈ കർമ്മം ചെയ്യലൊക്കെയാണ് കേമം എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് ധാരാളം പൂജകളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യുമ്പോഴാണ് ഭഗവാൻ കൂടുതൽ പ്രീതി കിട്ടുന്നതെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൽ ഭ്രമിച്ചതും അവിടുത്തെ ഒരു മായ കൊണ്ടല്ലേ ഹേ ഗുരുവായൂരപ്പ. എന്മായ മോഹിതധിയോ ഭ്രമാമ കർമ്മവർമ്മസു സവൈ ന ആദ്യ പുരുഷ സ്വമായ മോഹിതാത്മന വിജ്ഞാതാനുഭാവാനാം ക്ഷന്തും അർഹത്യതിക്രമം. അതുകൊണ്ട് അവിടുത്തെ മായാവിലാസം മാത്രമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു ഹേ ഗുരുവായൂരപ്പ. അവിടുന്ന് ആരാണ്? യഥാർത്ഥത്തിൽ ആദിപുരുഷനാണ്. തൻ്റെ ആ മായാവിലാസത്തിൽ മോഹിതരായിക്കൊണ്ട് ഭഗവാന്റെ മഹാത്മ്യത്തെ ഗ്രഹിക്കാൻ അരുതാത്തതായിട്ടുള്ള അടിയങ്ങളുടെ അവിവേകം അവിടുന്ന് പൊറുക്കണേ. അവിജ്ഞാത അനുഭാവാനാം ഛന്തുമരിഹത്യതിക്രമ അല്ലെ, ഞങ്ങളുടെ ഈ അവിവേകം അവിടുന്ന് പൊറുക്കണേ എന്ന് അവർ പറഞ്ഞുകൊണ്ട് ഇതി സ്വാഘം അനുസ്മൃത്യ കൃഷ്ണേതേ കൃതഹേളനാഹ ദിദൃക്ഷവോപ്യച്യുതയോ കംസാൽ ഭീതാന ചാചലാൻ. ആ ബ്രാഹ്മണര് തങ്ങളുടെ അവിവേകത്താൽ ആ കൃഷ്ണനെ അവഹേളിച്ചതായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പശ്ചാത്തപിച്ചു. അവിടെ ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ആ കംസനെ ഭയന്ന് അവര് അവിടുന്ന് ഭ്രമിച്ചില്ല, അതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ആ അധ്യായം അവിടെ പൂർത്തിയാക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതാണ് എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മളുടെ ലക്ഷ്യം ഒരിക്കലും മറക്കരുതെന്ന് പറയാണ്. സൽക്കർമ്മം എന്നുള്ളതല്ല, ഏത് കർമ്മങ്ങളായിക്കോട്ടെ
നമ്മളുടെ വീട്ടിലൊരു വിശേഷം നടത്തുന്ന സമയത്തൊക്കെ ഇങ്ങനെ സംഭവിക്കാം. നമ്മൾ പലരെയും നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തിയെന്നിരിക്കാം. ഒരിക്കലും ചെയ്യരുത്. ഒരു യാചകൻ വന്ന് ഒരു എന്താണ് മറ്റ് നായാടികളായിട്ടുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോലും അവരെയും എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ആഹാരം കൊടുക്കാനുള്ള ഒരു മനോബുദ്ധി നമുക്കുള്ള ഉണ്ടാവണം. ഈ നായാടിയിലും ഈ നായ്ക്കളിലും പുഴുക്കളിലും പുഴുക്കളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരഭാവത്തെ നമുക്ക് കാണാൻ സാധിക്കണം. അങ്ങനെ നമുക്ക് ഒരു വേർതിരിവ് നമുക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ബുദ്ധി മോശമായിട്ട് മാറുന്നത്. ഇതാണ് ജ്ഞാനികളായിട്ടുള്ള കർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആ ബ്രാഹ്മണർക്ക് പറ്റിയ പറ്റ്. മറ്റേ യജ്ഞപത്നിമാർക്ക് അങ്ങനെയല്ലായിരുന്നു. എല്ലാവരിലും ഈശ്വരനെ കണ്ടുകൊണ്ട് ആരെ കണ്ടാലും, അതുകൊണ്ടാണ് അവർക്ക് ഗോപന്മാരെ കണ്ടപ്പോഴേക്കും അവർക്ക് ആ കൃഷ്ണസ്വരൂപമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതൊക്കെ നമുക്കും ഒരു പാഠമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ 52ാമത്തെ പാരായണത്തിലേക്ക്, അല്ല 52 അല്ല, 23ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.